ഇപ്പം നമ്മുടെ കേരളത്തിൽ ബാർ അടച്ചു കൂട്ടിയ സമയത്ത് ഉമ്മൻചാണ്ടി സർക്കാരാണല്ലോ ബാർ പൂട്ടിയത്. അപ്പം ബാറുകാർ എന്ത് വിചാരിക്കും? ഉമ്മൻചാണ്ടി ഏത് വിധേനയും താഴെ ഇറക്കണം. കാരണം അയാൾ നമുക്ക് ശല്യമായി. ഉമ്മൻചാണ്ടി സുധീരനോട് ചേർന്ന് ഞങ്ങളുടെ ജീവിതം ഇല്ലാതാക്കിയത് എന്നാണ് ഓരോ കാര്യം കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്ത് ദിവസം ലക്ഷക്കണക്കിന് രൂപ വരുമാനമുള്ള തങ്ങളുടെ ഒരു വ്യാവസായിക സ്ഥാപനം ഒരു സർക്കാർ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പൂട്ടിയിട്ട് ഇവനൊക്കെ സന്തോഷിച്ചു, ഇവനൊക്കെ അങ്ങ് അധികാരത്തിൻ്റെ ലാളനെ ഇരിക്കണ്ട. അവിടെ അവരൊന്നിക്കും, അവിടെ കേരളത്തിലെ എല്ലാവരും ഒന്നിക്കും. അവർ ചിന്തിക്കും ഇനി അടുത്ത ആര് വന്നാൽ നമുക്ക് നിൽക്കാൻ പറ്റും. അപ്പോൾ അവർ തീരുമാനം എടുക്കും. കാശ് എത്ര കൊടുത്താലും വേണ്ടിയില്ല, LDFന് വേണ്ടി വോട്ട് പിടിക്കുക. നേരെ LDFൻ്റെ അടുത്ത് ചെല്ലും, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പരമാവധി പണിയെടുക്കാം. കാരണം ഞങ്ങളിപ്പോൾ തരുന്നപ്പം ഒരു 800 ബാറുകാരനുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് 5 ലക്ഷം രൂപ വെച്ച് ഞങ്ങൾ ഓരോ ബാറുകാരും തന്നാലും 800 ഇൻറ്റു 5 ലക്ഷം എന്ന് പറയുമ്പോൾ 40 കോടി രൂപ. ആയിക്കോട്ടെ, അത് മേടിച്ച് കൈവച്ചാൽ, അല്ലെങ്കിൽ അത് മാത്രമല്ല തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പരമാവധി ഞങ്ങളുടെ സോഴ്സ് നിങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം. ഇത് സ്വാഭാവികമല്ല ഈ നാട്ടിൽ നടക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ഇവർ നിലനിൽപ്പുണ്ടോ? ഉമ്മൻചാണ്ടി തന്നെ വീണ്ടും അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ബാർ തുറക്കത്തില്ലല്ലോ. അന്ന് വലിയ ഡയലോഗ് ഇടതുപക്ഷ സർക്കാർ അടിച്ചിട്ടുണ്ട്, ഞങ്ങൾ മദ്യം നിർത്താൻ പോവാണ് ജനങ്ങൾക്ക് വേണ്ടി. എന്താ കുന്തവാ? ഇവരാരും ജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, ഇവർ ബാറുകാർക്കൊപ്പം നിന്നുകൊണ്ട് യഥാർത്ഥത്തിൽ ബാർ തുറക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താ? ബാറുകാരെന്ന് കാശ് മേടിച്ച് ബാർ തുറന്നു കൊടുത്തു. മറ്റേവർ ആക്ച്വലി അഴിമതിക്കാർ LDFകാരാണ്. അല്ലെങ്കിൽ കാശ് മേടിച്ച് തുറന്നു കൊടുക്കുന്നവരാണ് അഴിമതിക്കാരൻ, അടച്ചു പൂട്ടുന്നവരാണ് അഴിമതിക്കാരൻ. ഇത് നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളിലെയും നമ്മൾ ലോജിക്കോടുകൂടി കണ്ടാൽ മതി. ഇങ്ങനെ സംസാരിക്കാതെ ഒരുപാടുണ്ട്. ഇപ്പം ഡിജിറ്റലൈസേഷൻ, അതായത് ഇന്ത്യ മഹാരാജ്യത്തേക്ക് കോർപ്പറേറ്റുകൾക്ക് കടന്നു വരണം. അപ്പോൾ നരേന്ദ്രമോദി പോയിട്ട് ലോക കോർപ്പറേറ്റുകളോടൊക്കെ സംസാരിക്കുക. ഞാൻ പറഞ്ഞപ്പോൾ ആമസോൺ, ഫേസ്ബുക്ക് അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് ഇവരോടൊക്കെ പറയുകയാണ് നമ്മൾ ഇന്ത്യയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ അവർ ചോദിക്കുകയാണ്, ഞങ്ങളിപ്പോൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ എങ്ങനെയാണ് ഞങ്ങളുടെ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യും? അവിടെ ആൾക്കാരെല്ലാം കാശ് കൊടുത്ത് സാധനം മേടിക്കുന്ന ആൾക്കാരല്ലേ. ഞങ്ങളുടെ പ്രോഡക്റ്റ് കാശ് കൊടുത്താൽ ചിലപ്പോൾ കിട്ടത്തില്ല, ഡിജിറ്റലേ കിട്ടത്തുള്ളൂ. അപ്പം മോദി പറയപ്പോൾ അതിനിപ്പോൾ എന്തോ വേണ്ടത്? അതിന് വേറൊന്നും വേണ്ട, നിങ്ങളുടെ രാജ്യം ഡിജിറ്റലാക്കാൻ നോക്ക്, ഞങ്ങൾ വരാം. അപ്പോൾ എന്താണ്? അത് പൈസ പിൻവലിക്കണം, മണി അവിടെ റോൾ ചെയ്യുന്നത് സ്റ്റോപ്പ് ആവണം. കാരണം 140 കോടി ജനതയുള്ള രാജ്യത്തിൻ്റെ 50% ജനത ഡിജിറ്റലായി കഴിഞ്ഞാൽ അമേരിക്ക 33 കോടി ജനതയുള്ളൂ. അതിൻ്റെ 80% പേര് ഡിജിറ്റലായാലും 24 കോടിയേ വരത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ 2 ഇരട്ടി കിട്ടും ഇവിടുത്തെ 50% ജനത ഡിജിറ്റലായി കഴിഞ്ഞാൽ. അപ്പോൾ മോദിയോട് പറയുകയാണ്, നിങ്ങൾ ചെയ്യൂ, ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ ഏറ്റു. ഇവിടെ വരുന്നു, ഒരു സുപ്രഭാതത്തിൽ നോട്ട് പിൻവലിക്കുന്നു. അപ്പോൾ ഇവിടെ നിന്ന് എല്ലാവരും പെട്രോളിൻ്റെ വില കുറയും, മറ്റേത് കുറയും, മറിച്ചത് കുറയും. ഇപ്പം 4 ലക്ഷം കോടി തിരിച്ചു വരത്തില്ല. ആ 4 ലക്ഷം കോടിക്ക് നമ്മൾ വീണ്ടും നോട്ടടിക്കും. ഒരു നോട്ട് അടിക്കാൻ പോകുന്നില്ല. കയ്യിൽ പൈസ പണമുള്ള ആരെങ്കിലും കൊണ്ട് കത്തിക്കുമോ? ഒരിക്കലും ചെയ്യില്ല. ഒരു ബോധമില്ലാതെ അന്ന് പലരും പല ചർച്ചകളും കാര്യങ്ങളും എല്ലാം നടത്തി. പക്ഷേ എന്താ സംഭവിച്ചത്? ഡിജിറ്റലായി കഴിഞ്ഞതിന് ശേഷം ആമസോണിൻ്റെ 30,000 കോടി, വാൾമാർട്ടിൻ്റെ പൈസ, മൈക്രോസോഫ്റ്റിൻ്റെ പൈസ ടക്കനെ എന്ന് പറഞ്ഞ് ഇവിടേക്ക് വന്നു. നമ്മൾ അന്ന് പലരും പുച്ഛിച്ചു, ഗൂഗിൾ പേ ഇതൊക്കെ ആര് ചെയ്യും, എന്ത് ചെയ്യും? ഇന്ന് ഞാനും ഈ പറഞ്ഞ കണക്ക് പൈസ കൈകൊണ്ടുവന്ന കാലം ഞാനും മറന്നു. നമ്മൾ മൊബൈൽ ഫോൺ മാത്രമായിട്ട് മാറി നമ്മുടെ മണി സോഴ്സ്. ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അക്കൗണ്ടിൽ നിന്ന് 2.5 ലക്ഷം രൂപ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് സ്വൈപ്പായി പൈസ നഷ്ടപ്പെട്ടു. അതായത് ഇതെല്ലാം തന്നെ മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് വളരെ ഈസിലി ഇന്ന് ബെറ്റിംഗ് ആപ്പുകളൊക്കെ വളരെ സജീവമാണ്. ഷെയർ മാർക്കറ്റിൽ ഭയങ്കരമായി ബൂം ചെയ്തു. കാരണം എല്ലാവർക്കും മൊബൈൽ മതി, ട്രേഡ് ചെയ്യാനും പരിപാടിയും കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് പൈസ ഇടാനും എടുക്കാനും ഒന്നും നമുക്ക്. അതായത് ഈ ലോക കോർപ്പറേറ്റുകൾക്ക് ഒരു വലിയ സമൂഹത്തെ വളരെ ഈസിലി അവരുടെ കൈകളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരുന്നു ഡിജിറ്റലൈസേഷൻ. അതിന് അത്രയും പൈസ ഇവിടത്തേക്ക് അവർ പമ്പ് ചെയ്തിട്ടുണ്ട്. പിന്നീട് കോവിഡ് വന്ന സമയത്തും അത് കൂടുതൽ ബൂമായി. എന്തായിരുന്നു അവർ ആഗ്രഹിച്ചത്? ബൂമായി. ഇപ്പോൾ ഇവിടെ വാട്സപ്പ്, നമ്മുടെ ടിക്ടോക്ക് നിരോധിച്ചു. അന്ന് എല്ലാവരും പറഞ്ഞു ചൈനയെ തകർക്കാൻ വേണ്ടിയിട്ടാണ് ടിക്ടോക്ക് നിരോധിച്ചത്. പിന്നെ ചൈന പോലൊരു രാജ്യത്തെ തകർക്കാൻ അവിടുത്തെ ഒരു കേവലം ആപ്പാണ് നിരോധിക്കേണ്ടത്? അല്ല. ലോകത്തെ ഏറ്റവും സോഷ്യൽ മീഡിയ ഭരിക്കുന്ന 10 ആപ്പുകളെന്ന് പറയുന്നത് 10 ആപ്പുകളിൽ 2 എണ്ണം ചൈനയുടെ, വീചാറ്റും ടിക്ടോക്കും. അതിൽ തന്നെ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ആപ്പ് എന്ന് പറയുന്നത് ടിക്ടോക്കാണ്. അപ്പോൾ ടിക്ടോക്കിനെ ഇല്ലാതാക്കണം. കാരണം ഇപ്പം മീഡിയയുടെ പ്രത്യേകത എന്താ? ഇല്ലാത്തൊരു കാര്യം ഉണ്ടെന്ന് പ്രചരിപ്പിക്കാൻ നിങ്ങൾക്ക് പറ്റും അല്ലേ? നമ്മൾ രാവിലെ TV ഇതൊന്ന് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ രാജ്യത്ത് ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് വെള്ളപ്പൊക്കമാണ് എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഇത് പൊട്ടിയെന്ന് എന്തെങ്കിലും, അല്ലെങ്കിൽ ചുമ്മാതെ ഒരു ന്യൂസ്, ഒരു അദൃശ്യമായ ദൃശ്യങ്ങളോട് കാണിച്ചുകൊണ്ട്, വ്യക്തമല്ലാത്ത ദൃശ്യങ്ങളോട് കാണിച്ചുകൊണ്ട് അത് പരക്കുന്നു, സ്പ്രെഡാകുന്നു എന്ന് പണ്ട് കാലത്ത് പറഞ്ഞാൽ ഈ ലോകം മുഴുവൻ അങ്ങനെയാണെന്ന് വിശ്വസിക്കും. അല്ലെങ്കിൽ നമ്മുടെ നാട് മുഴുവൻ ഒരു വൈറസ് ഇറങ്ങി എന്ന് പറഞ്ഞാലും എന്താ ഏതെന്ന് അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അത് ജനത വിശ്വസിക്കും. കാരണം നമുക്ക് സത്യത്തിൽ അറിയാൻ നമുക്ക് പറ്റാത്തൊരു സാഹചര്യത്തെ സൃഷ്ടിക്കാൻ മാധ്യമങ്ങൾ വിചാരിച്ചാൽ പറ്റും. മാധ്യമങ്ങൾ അതാണ് ധർമ്മം എന്ന് പറയുന്ന, നീതി പുലർത്തുക നമ്മൾ പറയുന്ന കാര്യം. വേണമെങ്കിൽ തിരിച്ചു ചെയ്യാം. അപ്പോൾ അമേരിക്ക പോലൊരു രാജ്യത്തിന് ടിക്ടോക്ക് പോലത്തെ ഒരു പ്ലാറ്റ്ഫോം തടസ്സമാകുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ, ഇത്തരം ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ആപ്പുകൾ ചൈനയുടെ കയ്യിൽ കിടക്കുമ്പോൾ അവൻ അവിടെ നിന്ന് പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങളെ ബ്ലോക്ക് ചെയ്യാൻ ഈ ടിക്ടോക്കിന് പറ്റും. അതായത് യൂട്യൂബിലൂടെ ഒരു കാര്യം, ഒരു ഫേക്കായിട്ടുള്ളൊരു കാര്യം സ്പ്രെഡ് ചെയ്താൽ, ഇപ്പം നമ്മൾ കൊറോണയ്ക്കെതിരെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടാൽ ആ പോസ്റ്റ് റിമൂവ് ആവും. അതിന് ഫേസ്ബുക്ക് സമ്മതിക്കത്തില്ല അത് സ്പ്രെഡ് ചെയ്യാൻ. അത് അവരുടെ കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡ് വയലൻസിനെതിരെ ബ്ലോക്ക് ചെയ്യും. യൂട്യൂബ് ചെയ്താലും ബ്ലോക്ക് ചെയ്യും. ടിക്ടോക്ക് ബ്ലോക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മറ്റൊരു വാർത്ത സ്പ്രെഡാവും.
അത് ഇന്ത്യ പോലൊരു രാജ്യത്ത് സ്പ്രെഡ് ആവാതിരിക്കണമെങ്കിൽ ടിക്ടോക്ക് ഇല്ലാതാക്കണം. പകരം ആ സമയത്ത് 43,000 കോടി രൂപയാണ് ഫേസ്ബുക്ക് അംബാനിക്ക് കൊടുത്തത്. പകരം എന്ത് ചെയ്തു? അംബാനിക്ക് സ്വാധീനിക്കാനുള്ള ശേഷിയുണ്ടല്ലോ, അദ്ദേഹത്തിലൂടെ ഇവിടെ ടിക്ടോക്ക് നിരോധിക്കുകയും പകരം ഇൻസ്റ്റാഗ്രാം വരുന്നു. ഇൻസ്റ്റാഗ്രാം ഫോട്ടോസ് മാറി റീൽസ് വരുന്നു. എന്താണ് ടിക്ടോക്കിൽ നിന്ന് ഇവിടുത്തെ ജനത ആഗ്രഹിച്ചത്? നേരെ ഇൻസ്റ്റാഗ്രാമിലൂടെ അത് സപ്ലൈ ചെയ്യാൻ ഫേസ്ബുക്കിന് പറ്റുന്നു. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കുക എന്നുള്ളതൊക്കെയാണ് എൻ്റെ പരിപാടി ഇടയ്ക്കിടയ്ക്ക്. ഓക്കെ. എന്തായാലും ദിലീപ് വിഷയത്തിലും നടി ആക്രമിക്കപ്പെട്ട വിഷയത്തിലും സത്യസന്ധമായ നീതിന്യായ വ്യവസ്ഥയിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിരപരാധികളാണെങ്കിൽ അത് ശിക്ഷിക്കപ്പെടാതെയും എന്നാൽ കൃത്യമായിട്ട് അത് ചെയ്ത ആൾക്കാർ ശിക്ഷിക്കപ്പെടട്ടെ എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ നമുക്ക് അഖിലിനോട് സംസാരിക്കുമ്പോൾ എനിക്ക് രണ്ട് കാര്യം തോന്നുന്നത്. ചില സമയത്ത് അഖിൽ ഭയങ്കര ഒരു മെയിൽ ഷോവനിസ്റ്റാണ്, അല്ലെങ്കിൽ ചില സമയത്ത് ഭയങ്കര ഫെമിനിസ്റ്റാണ്. അപ്പോൾ ശരിക്കും അഖിൽ ഒരു മെയിൽ ഷോവനിസ്റ്റാണോ അല്ലെങ്കിൽ ഒരു ഫെമിനിസ്റ്റാണോ? ഇതെല്ലാം തന്നെ സാഹചര്യമാണ്. ഞാൻ എൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഭയങ്കരമായിട്ട് വൈറലായിട്ടുണ്ടല്ലോ. ഞാൻ ഒരാളെ എതിർക്കുന്നതും അനുകൂലിക്കുന്നതും ആണെന്നോ പെണ്ണെന്നോ ജാതിയോ രാഷ്ട്രീയമോ ഒന്നും നോക്കിയിട്ടല്ല വിഷയം. എൻ്റെ മുന്നിൽ വിഷയങ്ങൾ മാത്രമേ ഉള്ളൂ. ഞാൻ രാഷ്ട്രീയത്തിലും അങ്ങനെ തന്നെ ആയിരിക്കും. അതായത് ഞാൻ മുമ്പൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പം ഒരു പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രി ചെയ്യുന്ന നല്ല കാര്യങ്ങളെ നല്ലതെന്ന് പറയുമ്പോൾ മാത്രമേ ആ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രി ചെയ്യുന്ന തെറ്റായ കാര്യത്തെ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് ചൂണ്ടിക്കാണിക്കുമ്പോൾ ജനത്തിന് ആ പ്രതിപക്ഷ നേതാവിനെ വിശ്വാസത്തിലെടുക്കാൻ പറ്റൂ. ഇപ്പം ഞാൻ സ്ത്രീകൾക്ക് അനുകൂലമെന്ന് തോന്നുന്ന വിഷയങ്ങളിൽ എൻ്റെ ഫോണെടുത്ത് ഞാൻ ഇപ്പോഴും കാണിക്കാം. ഇന്നലെയും എനിക്ക് വന്നേക്കുന്ന, അതായത് ഈ കേസ് വരെ കൊടുത്തിട്ട് ഇപ്പോൾ കേരള പോലീസിലെ ഒരു ഉന്നതൻ പീഡിപ്പിച്ച ഒരു കേസിൽ പോലീസ് ആ കുട്ടിയെ എത്രത്തോളം ഇട്ട് വലച്ചു, ഇതുവരെയും കേസ് എടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഉൾപ്പെടെ DGPക്ക് കൊടുത്ത പരാതി ഉൾപ്പെടെ എന്തിനാണ് എനിക്ക് അയച്ചു തരുന്നതെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. അവരുടെ ഒരു വിശ്വാസം ഉണ്ടാകാം. ഇന്നലെ മറ്റൊരു പെൺകുട്ടി ദുബായിൽ തന്നെ വർക്ക് ചെയ്യാണ്. ആ പെൺകുട്ടി കൈ മുറിച്ച് ചോര മൊത്തം ഒലിപ്പിച്ചെടുക്കുന്നൊരു വീഡിയോ ഉൾപ്പെടെ അത് കൊടുത്ത പരാതികളും അതിൻ്റെ അശ്ലീല ദൃശ്യങ്ങൾ കാമുകൻ പ്രചരിപ്പിച്ചതുമായി ബന്ധപ്പെട്ടിട്ട് പോലീസിൽ കേസ് കൊടുത്തിട്ട് കൃത്യമായ നടപടി എടുക്കാത്ത പോലീസുകാരുടെ റിപ്ലൈ ഉൾപ്പെടെ, പിന്നെ ആ കുട്ടി ഇപ്പം DGPക്ക് കംപ്ലയിൻറ്റ് ചെയ്ത് DGP ട്രിവാൻഡ്രം SPക്ക് ഫോർവേഡ് ചെയ്തതിൻ്റെയൊക്കെ എനിക്ക് അയച്ചു തന്നു. അപ്പോൾ ആ കുട്ടി പറയുന്ന അഖിലേട്ടൻ ഇതൊന്ന് അഡ്രസ്സ് ചെയ്യണം. പക്ഷേ നമുക്കങ്ങനെ ഇൻഡിവിജ്വൽ വിഷയങ്ങൾ ഇങ്ങനെ അഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കാനുള്ള സമയവും സാഹചര്യവും ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ പിന്നാലെ എല്ലാം നടക്കാൻ നമുക്ക് പറ്റത്തില്ല. അതുകൊണ്ട് അതായത് ഒരു വിഷയത്തിൽ നീതി സ്ത്രീക്കൊപ്പമാണെങ്കിൽ സ്ത്രീക്ക് വേണ്ടി സംസാരിക്കും, നീതി പുരുഷനൊപ്പമാണെങ്കിൽ പുരുഷന് വേണ്ടി സംസാരിക്കും. ഒരിക്കലും അത് ട്രാൻസിനൊപ്പമാണെങ്കിൽ ട്രാൻസിന് വേണ്ടി സംസാരിക്കും. ഇപ്പം ഞാൻ കഴിഞ്ഞ സീസണിൽ, ഞങ്ങളുടെ സീസണിൽ നാദറയ്ക്ക് പരിപൂർണ്ണ പിന്തുണ കൊടുത്ത ഒരാളാണ്. ആ പിന്തുണ എനിക്കൊരിക്കലും ഈ സീസണിലെ ജാൻമണിക്ക് കൊടുക്കാൻ തോന്നത്തില്ല. കാര്യം നാദറയല്ല ജാൻമണി. സ്വഭാവങ്ങളും പ്രവൃത്തികളും വ്യത്യാസപ്പെടുന്നതിനനുസരിച്ച് നമ്മുടെ റിയാക്ഷൻ വ്യത്യാസപ്പെട്ടുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഒരാൾ എങ്ങനെ പെരുമാറുന്നു അയാളെ നമ്മൾ സ്നേഹിക്കും. അയാളുടെ ഇത് എന്ത് വിഷയമായാലും, ഇപ്പം നമ്മളൊരു TV കാണുന്നു, ആ TV ആ ഒരു പ്രോഗ്രാം നമുക്ക് ഇഷ്ടമായിരിക്കും. അതായത് ഇപ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കണം, അതിൽ ചില സമയത്ത് ഏഷ്യാനെറ്റ് ഇരുന്ന് കാണും, ചില സമയത്ത് കൈരളി ഇരുന്ന് കാണും, ചില സമയത്ത് അങ്ങനെ നോക്കിയാൽ എനിക്കതിനകത്ത് വ്യത്യസ്ത പ്രോഗ്രാമുകളാണ് ഇഷ്ടം. അതേപോലെ വിഷയങ്ങളും അങ്ങനെ ആയിരിക്കും. എൻ്റെ മുന്നിലേക്ക് എത്തുന്ന വിഷയങ്ങളിൽ എന്നെ വേണമെങ്കിൽ മെയിൽ ഷോവനിസ്റ്റ് ആക്കാം, അല്ലെങ്കിൽ അതാക്കാം, ഇതൊക്കെ അത് അറിയാവുന്ന. പക്ഷേ അടിസ്ഥാനപരമായിട്ട് നമ്മൾ ഉന്നയിക്കുന്ന വിഷയത്തിനകത്ത് ഞാനൊരു എൻ്റേതായ ഒരു ശരി മനുഷ്യത്വത്തിൻ്റെ ഭാഗത്ത് നിൽക്കുന്ന, നീതിയുടെ ഭാഗത്ത് നിൽക്കുന്ന ഒരു ശരിക്ക് വേണ്ടി തന്നെ ഞാൻ എപ്പോഴും സംസാരിക്കും.